ഇന്നലെ നമ്മുടെ കടയിൽ ഉണ്ടാക്കിയ ഒരു ബീഫ് കറിയാണ് ഇത്. നേരത്തെ എന്ന് വെച്ചാൽ നമ്മുടെ കടയിൽ പാചകം ചെയ്യുന്ന ആ ചേട്ടൻ ഉണ്ടാകുന്നത്. ഇപ്പം ആ ചേട്ടനെ ഞാൻ കടയിൽ നിന്ന് ഒഴിവാക്കി. അതുകൊണ്ട് തന്നെ ഇപ്പം പാചകമെല്ലാം ഞാൻ തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഞാൻ കണ്ടെത്തുന്ന റെസിപ്പികളും അതേപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന റെസിപ്പികളുമാണ് ഞാൻ കടയിലൊക്കെ ഉണ്ടാക്കിയിട്ട് മിക്കതും നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഈ ഒരു ബീഫ് കറി കണ്ടിട്ട് എൻ്റെ അനിയത്തി എടുത്താൽ മതിക്ക് ചോദിച്ചെന്നാ താനെന്താ ബീഫ് കറിയിൽ അത്തപ്പൂക്കൾ ഇട്ട് വെച്ചേക്കണമെന്ന്. ഞാൻ പറയാം, എടി ഇപ്പം മൊത്തം ഞാൻ തന്നെയല്ലേ ചെയ്യണത്, അപ്പം എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് അതേപോലെ തന്നെ എൻ്റെ ഡെക്കറേഷൻ പണിയൊക്കെ ചെയ്തിട്ട് നമുക്കൊരു വിഭവം ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടൂലേ. അപ്പം അതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയേക്കണമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എൻ്റെ തള്ളലൊക്കെ നിർത്തിയിട്ട് ഞാൻ ഈ കാര്യത്തിലേക്ക് കിടക്കാൻ പോണേണ്. ഇപ്പം ഞാൻ എടുത്തേക്കണ ഒരു 2 കിലോ ബീഫാണ്ടാ. മൊത്തം 4 കിലോ ബീഫ് മേടിച്ച് 2 കിലോ വരട്ടാനായിട്ട് ഇത് ചട്ടിക്കകത്ത് ഇട്ടേക്കണേണ്. അപ്പം 2 കിലോ കറിയും വെക്കാമെന്ന് ഓർത്ത്. വരട്ടലല്ല കേട്ടാ, ഫ്രൈ ആണതേ. അപ്പം ഞാനേ ഇതിനൊരു മസാല തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1/2 കിലോ ഉള്ളി പൊളിച്ചതാണ് ഇട്ട് കൊടുത്തേക്കണത്. വലിയ ഉള്ളി ആയതുകൊണ്ടിട്ടേ പെട്ടെന്ന് പൊളിക്കൽ കഴിഞ്ഞ്. പിന്നെ സവാളയൊന്നും ഇതിന് എടുക്കാൻ പറ്റൂല കേട്ടോ, ഉള്ളി തന്നെ എടുക്കണം ഈ ഒരു കറിക്ക്. ഇനി നമുക്കിതിലേക്ക് ഒരു 10-20 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ് ഇട്ട് കൊടുത്തേക്കണത്. നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പം അതിന് ശേഷം അരച്ചെടുത്ത ഈ അരപ്പിലെ നമ്മുടെ ബീഫിലേക്ക് ഇട്ട് കൊടുക്കണം. എന്താണെന്നറിയില്ല, തൊണ്ടയ്ക്ക് ഭയങ്കര അടപ്പ് പോലെ, സംസാരിച്ചത് ശരിയാണില്ല. അതൊക്കെ പോട്ടെ. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർക്കണില്ല. പച്ചമുളകിൻ്റെ കുരുമുളകിൻ്റെ എരിവിലാണ് നമ്മൾ ഈ ഒരു ബീഫ് കറി തയ്യാറാക്കാൻ പോണത്. അപ്പോൾ അതുകൊണ്ടിട്ട് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിച്ചീരയാണ് അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. ഇതിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു സാധനം ഇടാൻ മറന്നുപോയില്ല, മീറ്റ് മസാല. 1 ടേബിൾ സ്പൂണോളം മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് കൂട്ടി യോജിപ്പിച്ചെടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ ബീഫും ചിക്കനും എന്തൊക്കെ വെക്കണമെങ്കിലും ഒരു 10-15 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ വെക്കണം. പക്ഷേ എന്നെക്കൊണ്ട് അതിനുള്ള സമയമൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് ഞാൻ അപ്പം തന്നെയാണ് കറിയൊക്കെ ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൈ കൊണ്ട് കുറച്ച് നേരം ഞാനൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കും. ഒന്ന് പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കും. ഇനി നമുക്ക് ഇതൊരു കുക്കറിലിട്ടാണ് വേവിക്കണം. നമ്മുടെ കുക്കർ അത്ര വലിയ കുക്കറൊന്നുമല്ല, എൻ്റെ കൈ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഇത് കുഴഞ്ഞ് കിട്ടൂല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ വേറെ പാത്രത്തിലിട്ട് കുഴച്ചിട്ടാ. നിങ്ങളുടെയൊക്കെ കുക്കറൊക്കെ വലിയ കുക്കറൊക്കെ ആണെങ്കിൽ കുക്കറിൽ തന്നെ എല്ലാം കുഴച്ചെടുത്താൽ മതി. ഇനി കുറച്ച് വെള്ളം ഞാൻ ആ ബേസിനൊക്കെ കഴുകിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെച്ചെടുക്കാം. ഇളയ ബീഫൊക്കെ ആണെങ്കിൽ ഒരു 2 വിസിൽ മതിയാവും കേട്ടോ. മൂത്ത ബീഫൊക്കെ ആണെങ്കിൽ ഒരു 6-7 വിസിൽ അടിപ്പിക്കണം, എന്നാലും മാത്രമേ ബീഫ് വേവുള്ളൂ. അപ്പം ഇനി ആ ബീഫൊക്കെ വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാനത് അങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ച്. വെന്തില്ലെന്ന് എനിക്കറിയില്ല, സാധനം തുറന്ന് നോക്കുമ്പോൾ അറിയാം കേട്ടോ. ഇനി ഉരുളിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 3 സവാളയും കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മുടെ സവാള ചെറുതാണ് കേട്ടോ, വലിയ സവാളയൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടണം. താനെ അവിടെ കിടന്ന് വഴണ്ടോടോ. അതേ നമുക്ക് ഈ ബീഫൊന്ന് നോക്കിയെടുക്കട്ടെ കേട്ടോ, അല്ലാണ്ട് ഒരു ശരിയാവില്ല. ബീഫ് വെന്തില്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും. തുറന്ന് നോക്കിയപ്പോൾ പൊന്നു മോനെ നെയ്യൊക്കെ അങ്ങോട്ട് ഉരുകി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടെന്നാണ് തോന്നണത്. നല്ല കുറുകുറയുള്ള വെള്ളമൊക്കെയാണ് കാണുന്നത് കേട്ടോ. നോക്കുമ്പോൾ എന്താണ്, ബീഫും വെന്തിട്ടുണ്ട്. ബീഫ് എന്നെ ചതച്ചില്ല കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സവാളയും വഴറ്റി കിട്ടി. വെക്കം പണി തീർക്കാമെന്ന് ഞാൻ ഓർത്ത്. സവാള വഴറ്റിയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും അതേപോലെ തന്നെ കുറച്ചും കൂടി കുരുമുളക് പൊടി ഇടണം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇട്ടേക്കണത് 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടിയാണ് കേട്ടോ, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്നും കൂടി വഴറ്റിയെടുക്കാം. ഇത് വഴറ്റിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഇച്ചിരി മറവിയുടെ അസുഖം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല, എന്നാൽ പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് വഴറ്റാമെന്ന് ഓർത്ത്. അപ്പം മഞ്ഞപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത്. ഇനി നമുക്കൊന്നും നോക്കേണ്ട കാര്യമില്ല, വേവിച്ചിരിക്കണ ബീഫും കൂടി അങ്ങോട്ട് അതിലേക്ക് തട്ടിക്കൊടുക്കണം. ഈ ഒരു ബീഫ് കറി ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണ കേട്ടോ, നേരത്തെ ഉണ്ടാക്കിയ പരിചയമൊന്നുമില്ല. ബീഫിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴേ ഞാൻ അയ്യോ ഇതെന്താണ് വെളുത്തിരിക്കണം, ഈ ഒരു കറി കടയിൽ കൊടുത്താൽ ശരിയാവോ എന്നുള്ള ചിന്തയൊക്കെ പലതും എനിക്ക് വന്ന്. പിന്നെ ഞാനോർത്ത് എന്നാൽ പിന്നെ കുറച്ച് ടേസ്റ്റ് നോക്കിയാലോ എന്നും പറഞ്ഞ് ചാറെടുത്ത് നോക്കിയപ്പോഴേ ടേസ്റ്റൊക്കെ ഉണ്ട്. എന്നാൽ പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാമെന്നും പറഞ്ഞ് പിടിച്ച ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ ഒരു 2 തക്കാളി ചെറുതരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത്. അപ്പം എൻ്റെ മനസ്സെന്നോട് പറഞ്ഞു, എടി നീ സമാധാനപ്പെട്, അതവിടെ കിടന്ന് തിളച്ച് നന്നായിട്ട് സെറ്റായിട്ട് നീ കുറച്ച് മറ്റേ മല്ലിയിലയും ലേശം വെളിച്ചെണ്ണയും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്ക്.
എൻ്റെ സെറ്റായി വരുമ്പോൾ നോക്കുക അറിയുന്ന പറയും. ദേടാ നോക്കുമ്പോഴേ പൊന്നോ പറയാൻ പറ്റൂല കേട്ടാ. കറിയുടെ കളറും മാറി, അതേപോലെ തന്നെ ടേസ്റ്റും അടിപൊളിയായിരുന്നു. ഇവിടെ കുറച്ച് കുഞ്ഞു കുഞ്ഞു തക്കാളി ഇടുന്ന വെച്ചാൽ ഞാൻ എന്ത് ചെയ്യാന്നറിയാമോ, അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഡെക്കറേഷൻ പണിയൊക്കെ നടത്തിയിട്ടുണ്ടേ. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം തോന്നണമെങ്കിൽ നമ്മളത് ചെയ്യാൻ നോക്കണം, അല്ലാതെ മനസ്സ് പതറി പിന്നോട്ട് വയ്ക്കരുത്. നമ്മളുടെ മനസ്സ് എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. നമ്മളെ മനസ്സ് പറയും നീ മുന്നോട്ട് പോയിക്കോ, നീ ചെയ്താൽ ശരിയാകും എന്നൊരു ധൈര്യം നമുക്ക് തരും. അങ്ങനെ എനിക്കൊരു ധൈര്യം എൻ്റെ മനസ്സ് എപ്പോഴും തരാറുണ്ട് കേട്ടോ. അതുകൊണ്ടിട്ടാണ് ഞാൻ മിക്കപ്പോഴും ഭാഗ്യപരീക്ഷണം പോലെ എൻ്റേതായ റെസിപ്പികളൊക്കെ ഞാൻ കണ്ടുപിടിക്കാറുണ്ട്. പക്ഷെ അത് സക്സസ് ആയിട്ട് വരാറുണ്ട്. പറയുമ്പോൾ എനിക്ക് തൊണ്ട അടയാണ്, സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം കയറുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ അത്രയ്ക്ക് വിചാരിച്ചില്ല ഈ ഒരു ബീഫ് കറി നന്നായി കിട്ടുമെന്ന്. പക്ഷെ ഞാനത് ചെയ്ത് നോക്കിയപ്പോൾ നല്ലതായിട്ട് തോന്നി. അപ്പം ഞാൻ തന്നെ ഒരു പുതിയ റെസിപ്പി കണ്ടുപിടിച്ചില്ലേ. വിഷമം വന്നെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, സന്തോഷം കൊണ്ടിട്ടാണ്. കാരണം സത്യം പറഞ്ഞാൽ 2 കിലോ ബീഫ് പോയാ എന്നുള്ള ചിന്തയായിരുന്നേ. പക്ഷേ ഇന്നലത്തോണ്ട് ഈ ഒരു ബീഫ് കറി നമ്മുടെ കടയിൽ തീർന്നു പോയിട്ടാ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. ഇതിൻ്റെ തള്ളലും ഉണ്ടലൊക്കെ ഞാൻ ഇവിടെ വെച്ച് നിർത്തി അവസാനിപ്പിക്കണേണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സപ്പോർട്ട് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടതിന് താങ്ക് യു.